ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ നടന്നുകൊണ്ടിരുന്ന വിശ്വാസ പഠന ക്ലാസ് ഇന്നു മുതൽ പുനരാരംഭിക്കുകയാണ്. പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ ഈ ക്ലാസ്സുകൾ നിർത്തേണ്ടതായി വന്നതുകൊണ്ടാണ് പുനരാരംഭിക്കുന്നു എന്ന് പറയുന്നത്. ഇന്ന് വിശ്വാസ പഠന ക്ലാസ് എടുക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്നത് ആദരണീയനായ KY വിൽസൺ അച്ഛനാണ്. നിരണം ഭദ്രാസനത്തിൽ കല്ലുപ്പാറ പള്ളി വികാരി പള്ളി അംഗവും ഇപ്പോൾ അമേരിക്കൻ ഭദ്രാസനത്തിൽ വൈദിക സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വൈദിക ശ്രേഷ്ഠനാണ്. മലങ്കര സഭാ മിഷൻ ബോർഡിൻ്റെ സ്നേഹ സന്ദേശത്തിൻ്റെ സഞ്ചാര സുവിശേഷ വിഭാഗമായ സ്നേഹ സന്ദേശത്തിലെ നല്ല പ്രസിദ്ധനായ പ്രസംഗകനും പ്രവർത്തകനുമായി അച്ഛൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പ്രസംഗങ്ങളെല്ലാം വളരെ പ്രസിദ്ധങ്ങളും അനേകർക്ക് ആത്മപ്രചോദിതങ്ങളും രൂപാന്തരീകരണത്തിന് കാരണവുമായി തീർന്നിട്ടുള്ള പ്രസംഗങ്ങളാണ്. ഇന്ന് അച്ഛനെ നമുക്ക് ക്ലാസ്സിനായി ലഭിച്ചിരിക്കുന്നു. അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി സ്വാഗതം ചെയ്യുകയും ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിനായി അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ നമ്മുടെ വിശ്വാസ പഠനത്തിന് ഏറ്റവും അനുയോജ്യമായും തീരുന്നതിനും വിശ്വാസ സ്ഥിരീകരണത്തിന് വേദപുസ്തക അടിസ്ഥാനത്തിൽ വിശ്വാസങ്ങൾ ഉറയ്ക്കുന്നതിനും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിനായി അച്ഛനെ ക്ഷണിക്കുന്നു. വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാം നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാം നിൻമൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. തലകളെ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കും. ബാറകിമോർ, ഞങ്ങളുടെ നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ബലഹീനരും പാപികളുമായ അവിടുത്തെ ദാസരായ ഞങ്ങൾക്ക് നിന്റെ ആലയത്തിൽ ഈ ദിവസമായിരിക്കാനും തിരുവചനങ്ങളെ പഠിക്കുവാനും നിന്റെ കൃപയിൽ ശരണപ്പെടുവാനും പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിലൂടെ വിവിധ അനുഗ്രഹങ്ങളെ നിന്നിൽ നിന്ന് സമ്പാദിക്കുവാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരത്തിനായി നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ കൂടിവരവ് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി തീരണമേ. കർത്താവേ, സഭയുടെ സത്യവിശ്വാസം അല്പമായിട്ടെങ്കിലും പഠിക്കുവാനും ഗ്രഹിപ്പാനും സഭയുടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം നയിപ്പാനും നീ ഞങ്ങൾക്ക് ഭാഗ്യവും കൃപയും തരണമേ. പരിശുദ്ധ നോയമ്പിലൂടെ കടന്നു പോകുന്ന ഈ നാളുകളിൽ അനുഗ്രഹീതമായി വിശുദ്ധ നോമ്പ് ആചരിച്ചുകൊണ്ട് ദൈവികരായി തീരുവാൻ, മറ്റുള്ളവരെ ദൈവികരാക്കുവാൻ അടിയങ്ങളെ നീ പ്രാപ്തരാക്കണമേ. ഞങ്ങളെന്നാളും കർത്താവേ, നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇന്നുവെന്നും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.
ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയപ്പെടുന്ന ഏവരുമേ, കർത്താവിൻ്റെ സാന്നിധ്യമുള്ള ഈ പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിലൂടെ നമുക്കൊക്കെയും ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനും സൗഖ്യത്തിനും സമാധാനത്തിനും ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാം. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നടത്തപ്പെടുന്ന ഈ പ്രസംഗ യോഗങ്ങളിൽ ബുധനാഴ്ച ദിവസം വിശ്വാസ പഠനത്തിനായി നമ്മൾ വേർതിരിച്ചിരിക്കുകയാണല്ലോ. ഇവിടെ നടന്ന വിവിധ യോഗങ്ങളിലൂടെ സഭയുടെ സത്യവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് ഗ്രഹിപ്പാനായിട്ടിട വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തീയ രക്ഷയെ സംബന്ധിച്ച് ഉള്ളതാണ്. പലപ്പോഴായി വിശ്വാസികൾ നേരിട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. നീ രക്ഷിക്കപ്പെട്ടവനാണോ എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മുൻപിൽ പലപ്പോഴും ഉത്തരം കൊടുക്കുവാൻ കഴിയാതെ നമ്മൾ അറച്ചു നിന്നിട്ടുണ്ട്. ആ ചോദ്യം വഴിയായി നമ്മിൽ പലരെയും സത്യവിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സഭ പഠിപ്പിക്കുന്ന ക്രിസ്തീയ രക്ഷ സംബന്ധിച്ചുള്ള തിരുവചന അടിസ്ഥാനം അല്പമായിട്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ക്രിസ്തീയമായ രക്ഷ എന്ന് വച്ചാൽ എന്താണ്? പരിശുദ്ധ പിതാക്കന്മാർ രക്ഷയ്ക്ക് നൽകുന്ന നിർവചനം, സാൽവേഷൻ ഈസ് ദ റിഡംഷൻ ഫ്രം സിൻ ആൻഡ് ഗ്രോത്ത് ടു പെർഫെക്ഷൻ ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് എന്നാണ്. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവസ്വരൂപത്തിൽ പൂർണ്ണതയിലേക്ക് വളരുന്നതാണ് രക്ഷ എന്ന് പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് രക്ഷയെന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു കാലഘട്ടത്തിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. അത് ഒരു സമയത്ത് ആരംഭിക്കുന്നു, അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു, അവസാനമായി അത് പൂർണ്ണത പ്രാപിക്കുന്നു. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, ദൈവസ്വരൂപത്തിൽ പൂർണ്ണതയിലേക്ക് വളരണം. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമുക്കുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ മാമോദീസ പാപമോചനത്തിനുള്ള ഒന്നാമത്തെ വഴിയാണ്. നാം വിശ്വാസ പ്രമാണത്തിലും അത് ഏറ്റുചൊല്ലുന്നുണ്ട്. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമാകുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഒരു ശിശു വിശുദ്ധ മാമോദീസായിലൂടെ അവൻ്റെ എല്ലാവിധമായ കുറവുകൾക്കും പരിഹാരമുണ്ടാക്കുന്നു. അവൻ്റെ തെറ്റുകൾക്ക് മോചനം ലഭിക്കുന്നു. എന്നാൽ മാമോദീസായിലൂടെ പാപമോചനം പ്രാപിച്ചതിന് ശേഷം പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകുന്ന കന്മഷങ്ങളെ, കുറവുകളെ നീക്കിക്കളയുവാനായിട്ടാണല്ലോ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സഭ ക്രമീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ മാമോദീസായിലൂടെ പാപമോചനം പ്രാപിക്കുന്നു. മാമോദീസായ്ക്ക് ശേഷം ജീവിതത്തിൽ കടന്നുകൂടുന്ന തെറ്റുകുറ്റങ്ങളെ നീക്കിക്കളയുവാനായി പരിശുദ്ധ സഭ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടോ നമ്മുടെ വിശ്വാസ ബോധമണ്ഡലത്തിൽ വലിയ രീതിയിൽ പ്രവേശനം നേടാത്ത ഒരു വിഷയമാണ്
വിശുദ്ധ കുമ്പസാരം എന്നുള്ളത്. എത്ര കുമ്പസാരിച്ചാലും പിന്നെയും നമുക്ക് സംശയങ്ങളാണ്. ഈ വിഷയത്തിൽ പല അവിശ്വാസങ്ങളുമാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഭവന സന്ദർശന വേളയിലും ആ വീട്ടിലെ ആള് എന്നോട് ചോദിച്ചു, ദൈവത്തോട് നമുക്ക് എല്ലാം ഏറ്റുപറഞ്ഞാൽ പോരെ, എന്തിന് വൈദികന്റെ അടുക്കൽ കുമ്പസാരിക്കണം? ഇത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചേക്കേറുന്ന ഒരു സംശയമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കുമ്പസാരം ഒരു ഏറ്റുപറച്ചിലാണ്. പാപങ്ങളുടെ ഏറ്റുപറച്ചിലാണ് വിശുദ്ധ കുമ്പസാരം. സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് കുമ്പസാരം പാപങ്ങളുടെ ഏറ്റുപറച്ചിലാണ് എന്ന്. അപ്പോൾ ഈ ഏറ്റുപറച്ചിലാണ് വിശുദ്ധ കുമ്പസാരത്തിൽ നടക്കുന്നത്. ഇതിന് മറ്റൊരു വേദ അടിസ്ഥാനമാണ് യോശുവ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. യോശുവ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. യോശുവ ആഖാനോട്, മകനെ, ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക, നീ എന്ത് ചെയ്തുവെന്ന് ഏറ്റുപറക, എന്നോട് മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. നമുക്കറിയാം, ആഖാന്റെ പാപം മോഷണമായിരുന്നു. ദൈവത്താൽ പിടിക്കപ്പെടും എന്നായപ്പോൾ, ദൈവത്താൽ ശിക്ഷിക്കപ്പെടും എന്നായപ്പോൾ യോശുവ ആഖാനോടായി പറയുന്നു, ദൈവകോപം നീങ്ങിപ്പോകണമെങ്കിൽ നീ എന്ത് അധർമ്മം ചെയ്തുവെന്ന് ദൈവത്തോട് ഏറ്റുപറയണം, എന്നോട് മറച്ചു വയ്ക്കുകയും അരുത്. ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ പ്രവാചകനോടും തൻ്റെ പാപം എന്തെന്ന് വെളിപ്പെടുത്തുവാനായി പ്രവാചകൻ ഇവിടെ ആവശ്യപ്പെടുകയാണ്. നീ ദൈവത്തോട് ഏറ്റുപറയണം, എന്നോട് മറച്ചു വയ്ക്കുകയും അരുത്. അതായത്, നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ പ്രവാചകന്റെ സന്നിധിയിൽ, പുരോഹിതന്റെ സന്നിധിയിലും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാൻ നമുക്ക് കടപ്പാടുണ്ട്, ഉത്തരവാദിത്വം ഉണ്ട്. ഇതിലും പ്രധാനപ്പെട്ട ഒരു വേദ അടിസ്ഥാനം 2 ശമൂവേൽ 12-ാം അധ്യായം 13-ാം വാക്യമാണ്. വിശുദ്ധ കുമ്പസാരത്തിനുള്ള പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗം ഇതാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. 2 ശമൂവേൽ 12-ാം അധ്യായം 13-ാം വാക്യം. ഇവിടെ ദാവീദ് പാപം ചെയ്തതിനെ സംബന്ധിച്ച് നമ്മൾ 2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിച്ച് ഊരിയാവിനെ ചതിവിൽ കൊല്ലിക്കുന്ന ദാവീദ്. ആ ദാവീദിന്റെ അടുക്കൽ നാഥാൻ പ്രവാചകനെ ദൈവം അയക്കുന്നു. നാഥാൻ പ്രവാചകൻ അല്പം നാടകീയമായി ദാവീദിന് പാപബോധം വരുത്തുന്നു. നാഥാൻ ദാവീദിനോടായി ഇവിടെ പറയുന്നുണ്ടല്ലോ, ആ അധർമ്മം ചെയ്ത മനുഷ്യൻ നീ തന്നെ. അപ്പോൾ കുറ്റബോധമുള്ളവനായി, പാപബോധമുള്ളവനായി ദാവീദ് നടത്തുന്ന കുമ്പസാരമാണ് 2 ശമൂവേൽ 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ദാവീദ് നാഥാനോട്
ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല എന്ന് പറഞ്ഞു. കുറ്റബോധമുള്ള ദാവീദ് നാഥാൻ പ്രവാചകന്റെ അടുക്കൽ നടത്തുന്ന ഒരു കുമ്പസാരമാണ് ഇതെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം ദാവീദ് തൻ്റെ പാപം ഇവിടെ ഏറ്റുപറയുകയാണ്. ഞാൻ യഹോവയോട് അധർമ്മം ചെയ്തു. ഈ കുമ്പസാരം കേട്ടിട്ടാണ് പ്രവാചകൻ പറയുന്നത്, നീ ഇന്ന് അനുതപിച്ചതിനാൽ യഹോവ നിന്റെ പാപം ക്ഷമിക്കും, നീ മരിക്കയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് വിശുദ്ധ കുമ്പസാരത്തിലും നടക്കുന്നത്. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ പുരോഹിതന്റെ അടുക്കൽ നാം ദൈവത്തോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് വെളിപ്പെടുത്തുന്നു. ഈ അനുതാപം കേട്ടിട്ട് സ്വീകരിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ പുരോഹിതൻ നമ്മോടായി പറയുന്നു, നീ ഇന്ന് അനുതപിച്ചതിനാൽ, നീ ഇന്ന് കുമ്പസാരിച്ചതിനാൽ, നിന്റെ പാപം നീ ഇന്ന് ഏറ്റുപറഞ്ഞതിനാൽ, ഒന്നായിരിക്കുന്ന പിതാവിൻ്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധ റൂഹായുടെ നാമത്തിലും നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നീ നശിച്ചു പോവുകയില്ല, നീ മരിച്ചു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുമ്പസാരത്തിൻ്റെ പ്രധാനപ്പെട്ട പഴയ നിയമ അടിസ്ഥാനമാണ് ഈ വാക്യം എന്ന് നമുക്ക് ഓർക്കാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും പരിചയമുള്ള 2 വാക്യങ്ങളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള 2 വേദവാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം. വിശുദ്ധ മത്തായി 18-ാം അധ്യായം 18-ാം വാക്യം. അവിടെ കർത്താവ് ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം കർത്താവ് ശിഷ്യന്മാർക്ക് നൽകി. അവരിൽ നിന്ന് മേൽപ്പട്ടക്കാർക്ക് ആ ദൈവിക അധികാരം ലഭിച്ചു, അവരിൽ നിന്ന് പട്ടക്കാർക്കും. പ്രിയപ്പെട്ടവരെ, ഇതിലും പ്രധാനമാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യം. ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു, സുവിശേഷ വേലയ്ക്കായി അവരെ നിയോഗിക്കുന്നു, അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയ ഈ ആത്മീയ അധികാരം മേൽപ്പട്ടക്കാരിലൂടെ പട്ടക്കാർക്കും ലഭിച്ചിരിക്കുന്നു. ഇത് വ്യക്തിപരമായി ഉപയോഗിക്കുവാൻ മേൽപ്പട്ടക്കാർക്കോ പട്ടക്കാർക്കോ അധികാരമല്ല. സഭയ്ക്ക് വേണ്ടി ഈ കൗദാശികമായ അധികാരം ഉപയോഗിക്കുവാനാണ് സഭയുടെ പഠിപ്പിക്കൽ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ദൈവസന്നിധിയിലാണ് നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുന്നത്. നമുക്ക് പാപമോചനം തരുന്നതും ദൈവമാണ്. എന്നാൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നമ്മുടെ പാപങ്ങൾക്ക്
യഥാർത്ഥത്തിൽ ഉള്ള ഒരു മോചനം ലഭിക്കുന്നത് നമ്മൾ സത്യകുമ്പസാരം നടത്തുമ്പോഴാണ്. ദൈവസന്നിധിയിലാണ് പാപങ്ങൾ ഏറ്റുപറയുന്നത് എങ്കിലും, ദൈവമാണ് പാപക്ഷമ തരുന്നത് എങ്കിലും, ഈ തിരുവചനപ്രകാരം ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ മേൽപ്പട്ടക്കാരൻ്റെയോ പട്ടക്കാരൻ്റെയോ മുമ്പാകെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ പാപമോചനം ലഭിക്കുന്നത്. കാരണം ഇത് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വ്യക്തമായി നൽകിയ ഒരാത്മീയ അധികാരമാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് സ്വർഗത്തിലും മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നോ അത് സ്വർഗത്തിലും നിർത്തിയിരിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ വിശുദ്ധ കൂദാശയെ ഇനി സ്വീകരിപ്പാനായി നമുക്കെല്ലാവർക്കും ഇടവരണം. അപ്പോൾ നമ്മുടെ വിഷയം ക്രിസ്തീയ രക്ഷയെ സംബന്ധിച്ചാണ്. നാം കണ്ടു, ക്രിസ്തീയ രക്ഷയെന്ന് വെച്ചാൽ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവസ്വരൂപത്തിൽ പൂർണ്ണതയിലേക്ക് വളരുന്നതാണ്. അപ്പോൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. 1 മാമോദീസ, 2 വിശുദ്ധ കുമ്പസാരം. പൗരസ്ത്യ പിതാക്കന്മാർ പറയുന്നു, അക്കോർഡിംഗ് ടു ദ ബൈബിൾ, salvation involves the past, the present and the future. രക്ഷയുടെ അനുഭവത്തിന് ഭൂതകാലത്ത് ഒരു ആരംഭമുണ്ട്, വർത്തമാനകാലത്ത് ഒരു വളർച്ചയുണ്ട്, ഭാവി കാലത്ത് ഒരു പൂർണ്ണതയും ഉണ്ട്. രക്ഷ ഭൂതകാലത്ത് ആരംഭിക്കുന്നു, രക്ഷയുടെ അനുഭവം വർത്തമാനകാലത്ത് വളർച്ച പ്രാപിക്കുന്നു, ഭാവിയിൽ രക്ഷയുടെ അനുഭവം പൂർണ്ണതയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് പൗരസ്ത്യ പിതാക്കന്മാർ പറയും, ഒരു ഓർത്തഡോക്സ് വിശ്വാസി പറയണം, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെടുന്നു, ഞാൻ രക്ഷിക്കപ്പെടും എന്ന്. I am saved, I am being saved and I will be saved. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെടുന്നു, ഞാൻ രക്ഷിക്കപ്പെടും എന്ന് വേണം ഉത്തരം പറയാൻ എന്നാണ് പൗരസ്ത്യ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുക. ഈ 3 കാലങ്ങളിലുമുള്ള രക്ഷയുടെ അനുഭവത്തെ നമുക്ക് അല്പം വിശദമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഈ 3 കാലത്തിലുമായി നടക്കുന്ന രക്ഷയുടെ അനുഭവത്തിൻ്റെ അല്പമായ വിശദാംശങ്ങൾ നാം ഇവിടെ കണ്ടു. പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് നാം ഇപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടവരാണ്. നാം രക്ഷിക്കപ്പെട്ടവരാണ്. എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവകൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതം ദൈവകൃപയാൽ ആകുന്നു.
നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവകൃപയാൽ ആകുന്നു. നമ്മൾ അധ്വാനിക്കുന്നതും നേടുന്നതും ദൈവകൃപയാൽ ആകുന്നു. ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഇന്ന് നാം എത്തിച്ചേർന്നതും ദൈവകൃപയാൽ ആകുന്നു. അപ്പോൾ ദൈവകൃപ അനുദിനം നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആ ദൈവകൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ വിശ്വാസം, പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലുമുള്ള നമ്മുടെ വിശ്വാസം, ആ വിശ്വാസവും ദൈവകൃപയും നമ്മെ രക്ഷയിലേക്ക് നയിച്ചിട്ടുണ്ട്. അതായത് രക്ഷയുടെ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടാമത് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? രക്ഷയുടെ അനുഭവം നിരന്തരം പുതുക്കുന്നതാണ്. അതാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ സാരം. രക്ഷയുടെ അനുഭവം എല്ലാ നാളും പുതുക്കേണ്ടതാണ്, പുതുതാകേണ്ടതാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. നാം ദിനംതോറും രക്ഷിക്കപ്പെടുന്നവരാണ്. രക്ഷയുടെ അനുഭവം പുതുക്കുന്നവരാണ്. അഥവാ രക്ഷയുടെ അനുഭവം ഓരോ നാളും പുതുതാക്കേണ്ടവരാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിലും ഇത് സമാനമായ ഒരു വാക്യം നാം കാണുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ രക്ഷയുടെ അനുഭവം ഒരിക്കലായി ആരംഭിച്ചു പോരാ. ഈ രക്ഷയുടെ അനുഭവം നിരന്തരം നാൾതോറും നമ്മുടെ ജീവിതത്തിൽ പുതുക്കപ്പെടണം. നാൾതോറും നാം രക്ഷിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലായി ലഭിച്ച രക്ഷയുടെ അനുഭവം നാൾതോറും വികാസം പ്രാപിക്കുന്നതിനാണ്, വളരുന്നതിനാണ് സഭയുടെ ആത്മീയ നിഷ്ഠകളെല്ലാം. അഭിവന്യ ഇവാനിയോസ് തിരുമേനി ഹൃദയശുദ്ധീകരണം എന്ന തൻ്റെ പുസ്തകത്തിൽ ഓർത്തഡോക്സ് ആത്മീയതയുടെ പഞ്ചതൂണുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് ആത്മീയതയുടെ പഞ്ചതൂണുകൾ അത് പ്രാർത്ഥനയാണ്, ആരാധനയാണ്, വ്രതാനുഷ്ഠാനമാണ്, വിശുദ്ധ കുംഭസാരമാണ്, വിശുദ്ധ കുർബാന അനുഭവമാണ്. ഹൃദയശുദ്ധീകരണം എന്ന പുസ്തകത്തിൽ തിരുമേനി ഇത് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു ഓർത്തഡോക്സ് വിശ്വാസി ആത്മീയമായിട്ട് വളരുവാൻ, ശക്തി പ്രാപിപ്പാൻ ഈ പഞ്ചമാർഗങ്ങളിലൂടെ സഞ്ചരിക്കണം. പ്രാർത്ഥന, അത് പൊതുപ്രാർത്ഥനയുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, ഹൃദയപ്രാർത്ഥനയുണ്ട്. നമ്മൾ ദേവാലയത്തിൽ നടത്തുന്ന പൊതുപ്രാർത്ഥന. രണ്ടാമത് വ്യക്തിപരമായി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന. മൂന്നാമത് എപ്പോഴും ഹൃദയത്തിൽ ഉയരുന്ന പ്രാർത്ഥന. അഭിവന്യ ഇവാനിയോസ് തിരുമേനി കുറിയലായിസോൻ പ്രാർത്ഥന എപ്പോഴും ഉരുവിടുന്നതിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. വിശുദ്ധന്മാരൊക്കെയും
പൊതുപ്രാർത്ഥനയോടൊപ്പം രഹസ്യ പ്രാർത്ഥനയോടൊപ്പം ഹൃദയ പ്രാർത്ഥനയും എപ്പോഴും നടത്തുന്നവരായിരുന്നു. വണ്ടി ഓടിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും കൊച്ചു കൊച്ചു ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുന്ന അനുഭവം. ആശ്രമങ്ങളിലും മഠങ്ങളിലും ഈ പ്രാർത്ഥനാനുഭവമുള്ളവരെ ഇന്നും നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും രക്ഷയുടെ അനുഭവം നാൾതോറും പുതുക്കപ്പെടണം എങ്കിൽ ഈ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് ധാരാളമായി ലഭിച്ചേ മതിയാകും. നിരന്തരമായ പൊതുപ്രാർത്ഥനകളിലൂടെ, കുടുംബ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ രഹസ്യ പ്രാർത്ഥനകളിലൂടെ, ഹൃദയത്തിൽ നിന്ന് അനിയന്ത്രിതമായി ഉയരുന്ന കുറിയലായിസോൻ പ്രാർത്ഥനകളിലൂടെ ഈ രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും അനുഭവം നാൾതോറും പുതുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. തിരുമേനി അവിടെ രണ്ടാമത് പറയുന്നു, ആരാധന. ആത്മാവിലും സത്യത്തിലും ആത്മാവായ ദൈവത്തെ ആരാധിക്കുമ്പോൾ സത്യത്തിലുള്ള ആരാധന വഴി രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും അനുഭവത്തെ നാൾതോറും നമുക്ക് പുതുക്കുവാൻ സാധിക്കും. മൂന്നാമത് തിരുമേനി പറയുന്നത് വ്രതാനുഷ്ഠാനമാണ്. വിശുദ്ധ നോയമ്പും ഉപവാസവുമെന്ന വ്രതാനുഷ്ഠാനം. ഇപ്പോൾ പരിശുദ്ധ നോയമ്പിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വായിക്കുന്ന സുവിശേഷം, കേൾക്കുന്ന സുവിശേഷം, പ്രസംഗിക്കുന്ന സുവിശേഷം ഒരു പരിധിവരെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ തക്കവണ്ണം നമ്മെ ഏറ്റവും അധികം പരിശീലിപ്പിക്കുന്ന കാലഘട്ടമാണ് പരിശുദ്ധ നോയമ്പിന്റെ സമയം. അതുകൊണ്ട് ഏത് നോയമ്പും അനുഗ്രഹീതമായി ആചരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നാം മുന്നേറുമ്പോൾ ഈ രക്ഷയുടെ അനുഭവം, വീണ്ടെടുപ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാൾതോറും പുതുക്കപ്പെടും, സംശയമില്ല. നാലാമത് തിരുമേനി പറഞ്ഞത് നാം ഓൾറെഡി അല്പമായി പഠിച്ചു കഴിഞ്ഞു, വിശുദ്ധ അനുതാപം എന്ന കുമ്പസാരം. അഞ്ചാമത് വിശുദ്ധ കുർബാനാനുഭവം. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ അനുഭവം ഒരിക്കലായി നമുക്ക് ലഭിച്ചു എന്ന് പറയുവാൻ ഒരു പൗരസ്ത്യ സഭാംഗത്തിന് സാധിക്കുകയില്ല. കാരണം വിശുദ്ധ മാമോദീസായിൽ, വിശുദ്ധ കുർബാന അനുഭവത്തിൽ ആ രക്ഷയുടെ ആരംഭം കുറിച്ചുവെങ്കിൽ നാൾതോറുമുള്ള നമ്മുടെ ആത്മീയ ജീവിതം വഴി, നമ്മുടെ ആത്മീയ പരിശീലനങ്ങൾ വഴി, നിരന്തരമായ പ്രാർത്ഥന, ആരാധന, വ്രതാനുഷ്ഠാനം, കുമ്പസാരം, കുർബാനാനുഭവം വഴി ലഭിച്ച രക്ഷയുടെ അനുഭവത്തെ ഓരോ നാളും പുതുക്കുവാൻ, നവീകരിപ്പാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അവസാനത്തെയും മൂന്നാമത്തെയും കാര്യമാണ് നമ്മൾ അല്പം കൂടെ വിശദമായി ഇന്ന് പഠിക്കുന്നത്. അതായത് ഈ രക്ഷയുടെ പൂർണ്ണത ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് സംഭവിക്കുക. ഇന്ന് സത്യവിശ്വാസം പഠിക്കാതെ ഞാൻ രക്ഷിക്കപ്പെട്ടു, നിങ്ങളാരും ആ അനുഭവത്തിലേക്ക് വന്നവരല്ല, രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളുടെ കൂടെ ചേരണം, ഞങ്ങൾ ഏറ്റുപറയുന്നത് നിങ്ങളും ഏറ്റുപറയണം എന്നൊക്കെ പലരും നമ്മെ പഠിപ്പിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം നന്നായി പഠിക്കുമ്പോൾ ഇവർ പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമാകും. കാരണം രക്ഷയുടെ പൂർണ്ണത സംഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്, കാലസമ്പൂർണതയിലാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് രക്ഷയുടെ അനുഭവം പൂർണ്ണതയിൽ എത്തുന്നത്. വിശുദ്ധ പൗലോസ്ലീഹായുടെ എബ്രായർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 9-ാം അധ്യായം
8-ാമത്തെ വാക്യം. എബ്രായർ 9-ാം അധ്യായം 28-ാം വാക്യം. ക്രിസ്തുവും അങ്ങനെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷ ഉണ്ടാകുന്നത് അവൻ രണ്ടാമത് പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിലാണ് രക്ഷയുടെ പൂർണ്ണത സംഭവിക്കാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിചയമുള്ള വാക്യമാണല്ലോ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. മർക്കോസ് 13:13. എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതായത് ജീവിതാവസാനം വരെ പാപത്തോട് പോരാടി നന്മയിൽ വളർന്ന് ദൈവകൃപയിൽ ശക്തി പ്രാപിക്കുമ്പോൾ അവർക്ക് രക്ഷയുടെ പൂർണ്ണത ലഭിക്കും എന്നാണ്. അവസാനത്തോളം പാപത്തോട് പോരാടുന്നവർ, നന്മയിൽ വളരുവാൻ ഉത്സാഹിക്കുന്നവർ, ദൈവകൽപ്പനകൾ അനുസരിപ്പാനായി പരിശ്രമിക്കുന്നവർ, അവർക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും എന്നാണ് ഇവിടെ നാം വായിക്കുക. പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിലും ഇതേ ആശയമുള്ള വാക്യമാണ് നമ്മൾ കാണുന്നത്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എപ്പോഴെങ്കിലും ഒരു വിശ്വാസം തോന്നി ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതുകൊണ്ട് രക്ഷ പൂർണ്ണതപ്പെട്ടു എന്ന് കരുതി നമുക്ക് ജീവിക്കാനോ പ്രവർത്തിക്കാനോ സാക്ഷ്യം പറയുവാനോ സാധിക്കുകയില്ല. പിന്നെയോ ജീവിതാവസാനം വരെയും പാപത്തോട് പോരാട്ടം നടത്തി നന്മയിൽ വളരുവാൻ ഉത്സാഹിച്ച് ദൈവപ്രമാണങ്ങളെ ജീവിതത്തിൽ അനുസരിക്കുന്നവർക്കാണ് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാനായി സാധിക്കുന്നത്. പരിശുദ്ധനായ പൗലോസിന്റെ ലേഖനങ്ങളിലും ഇതേ ആശയം നമ്മൾ കാണുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ പൗലോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ള വാക്യമാണ്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, നല്ല പോർ പൊരുതിയാലും നമ്മുടെ ഓട്ടം തികച്ചാലും ജീവിതത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ചാലും രക്ഷയുടെ കിരീടം നാം ഇപ്പോൾ പ്രാപിക്കുന്നില്ല. അപ്പോസ്തലൻ പറയുന്നു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും.
ആ ദിവസത്തിൽ എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ, ക്രിസ്തു വീണ്ടും വരുമ്പോൾ എനിക്ക് ജീവന്റെ കിരീടം, രക്ഷയുടെ കിരീടം നൽകും എന്നാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന നീതിയുടെ കിരീടം തന്നെയാണ് ജീവന്റെ കിരീടം, രക്ഷയുടെ കിരീടം എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് മൂന്നും ഒന്ന് തന്നെയാണെന്ന്. നീതിയുടെ കിരീടം, ജീവന്റെ കിരീടം, രക്ഷയുടെ കിരീടം, ഇത് മൂന്നും ഒന്ന് തന്നെയെന്ന് അഭിപ്രായപ്പെടുന്ന വേദപണ്ഡിതന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് തങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ ചെറിയ തോതിലെങ്കിലും ആത്മീയ ശുശ്രൂഷ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ പലരും ആത്മാഭിമാനത്തോടെ പറയാറുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു, എനിക്ക് രക്ഷയുടെ പൂർണ്ണത ലഭിച്ചു കഴിഞ്ഞു, എനിക്കിനി ഒരു കുറവുമില്ല, ഞാൻ എല്ലാം നേടിക്കഴിഞ്ഞു എന്ന് പലരും നമ്മെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. പക്ഷേ അതല്ല സത്യമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ പോലെ ക്രിസ്തുവിനു വേണ്ടി ബന്ധപ്പെട്ട സുവിശേഷകന്മാരില്ല എന്ന് നമുക്കറിയാം. ക്രിസ്തുവിനു വേണ്ടി ഒട്ടുവളരെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച പൗലോസ് അപ്പോസ്തലൻ പോലും പറയുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നല്ല പോർ പൊരുതിയെങ്കിലും രക്ഷയുടെ കിരീടം, ജീവന്റെ കിരീടം, നീതിയുടെ കിരീടം എനിക്ക് കിട്ടിയിട്ടില്ല. അത് ആ ദിവസത്തിൽ എൻ്റെ തമ്പുരാൻ എനിക്ക് നൽകും. അതാണ് പൗലോസിന്റെ പ്രതീക്ഷയും പ്രത്യാശയും. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ജീവന്റെ കിരീടം തനിക്കായി ലഭിക്കും എന്നാണ് പൗലോസിന്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈ അടിസ്ഥാനത്തിലുമാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പലരും നമ്മെ സമീപിക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോകരുത്. കാരണം രക്ഷയുടെ അനുഭവത്തെ സംബന്ധിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് മറ്റൊരു വിധത്തിലാണ്. അതൊരിക്കലായി ആരംഭിക്കുന്നു. ഓരോ നാളും രക്ഷയുടെ അനുഭവം വളരുന്നു. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ രക്ഷയുടെ അനുഭവം പൂർത്തീകരണം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ ഇതേ ഒരാശയം പങ്കുവയ്ക്കുന്നതും നമുക്ക് പഠന വിഷയമാണ്. പൗലോസ് ശ്ലീഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളണം എന്നും കൂടി പൗലോസ് ഇവിടെ പറയുകയാണ്. എന്താണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്? രക്ഷയുടെ അനുഭവം ലഭിച്ചു കഴിഞ്ഞുവെന്നോ ഞാൻ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ആത്മീയ അനുഭവം പച്ചയായി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാനെല്ലാം തികഞ്ഞവനായി എന്ന് വിചാരിക്കുന്നില്ല.
രക്ഷയുടെ അനുഭവത്തിൽ എനിക്ക് പൂർണ്ണത കൈവന്നുവെന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് ലഭിക്കുമോ എന്ന് വെച്ച് ഞാൻ തമ്പുരാനെ പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. അതുകൊണ്ട് പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. രക്ഷയുടെ, നീതിയുടെ, ജീവന്റെ അനുഭവം തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനായതുകൊണ്ട് ആ രക്ഷയുടെ അനുഭവം എനിക്ക് ലഭിക്കുമോ എന്ന് വിചാരിച്ച് എൻ്റെ ഓട്ടം ഞാൻ ഓടുകയാണ്. അതുകൊണ്ട് പിമ്പിലുള്ളതൊക്കെ മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസ കാര്യത്തിൽ നമ്മെ ആരും തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. ഞാൻ പൂർണ്ണത പ്രാപിച്ചു, ഓർത്തഡോക്സ് സഭാംഗങ്ങൾ ആരും പൂർണ്ണത പ്രാപിച്ചവരല്ല, രക്ഷ പ്രാപിച്ചവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ആരെങ്കിലും സമീപിക്കുമ്പോൾ അവരുടെ തെറ്റ് തിരുത്താൻ കൂടി നമ്മൾ തയ്യാറാകണം. കാരണം വിശ്വാസവീരനായ ക്രൈസ്തവ സഭയിൽ ഏറ്റവും അധികം സുവിശേഷ പ്രചരണം നടത്തിയിട്ടുള്ള പരിശുദ്ധനായ പൗലോസ് പോലും പറയുന്നു, ഈ രക്ഷയുടെ അനുഭവത്തിൽ പൂർണ്ണതപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നില്ല, എനിക്കത് ലഭിച്ചുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനായതുകൊണ്ട് എനിക്കത് ലഭിക്കുമോ എന്ന് വിചാരിച്ച് എൻ്റെ ഓട്ടം ഞാൻ ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യവും ഇത് തന്നെയാണ്. കഴിഞ്ഞകാല ജീവിതത്തിൽ കുറവുകളും പരാജയങ്ങളും വീഴ്ചകളും താഴ്ചകളും ഉണ്ടായേക്കാം. നാം പ്രതീക്ഷിക്കാത്ത കുറവുകൾ, നമ്മുടെ സ്വന്തക്കാർ പ്രതീക്ഷിക്കാത്ത കുറവുകൾ, നമ്മുടെ പിതാക്കന്മാർ, സഭ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടിയേക്കാം. പക്ഷേ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഈ തിരുവചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു, മക്കളെ, ഇതുവരെ നടന്നത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി നിങ്ങളും ലാക്കിലേക്ക് ഓടണം. പരിശുദ്ധനായ പരിമല തിരുമേനിയോട് ചേർന്ന്, പരിശുദ്ധ പിതാക്കന്മാരോട് ചേർന്ന് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പിൻപിലുള്ളതൊക്കെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. വിശ്വാസവീരന്മാരായി ഈ ഓട്ടം നാം തികയ്ക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും പറയുവാൻ സാധിക്കും, നീതിയുടെ കിരീടം, ജീവന്റെ കിരീടം അന്നെനിക്ക് ലഭിക്കും എന്ന്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ജീവകിരീടം ഞാനും പ്രാപിക്കും എന്ന് നമുക്കപ്പോൾ പറയുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലന്റെ ഈ ജീവിതാനുഭവം നമ്മെ സ്വാധീനിക്കണം. ഒരു വാക്യം കൂടെ വായിച്ച് ഈ ലഘുചിന്ത ഞാൻ അവസാനിപ്പിക്കുകയാണ്. റോമാലേഖനം അതിൻ്റെ 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ രക്ഷയെ സംബന്ധിച്ച് പുതിയ നിയമ സഭയുടെ പഠിപ്പിക്കലിൽ വിശ്വസിക്കാത്ത പലരും നമ്മെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്യം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും.
രക്ഷയെക്കുറിച്ച് പുതിയ സഭക്കാരൊക്കെയും നമ്മുടെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന വേളയിൽ പലപ്പോഴും അവർ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണിത്. റോമർക്കെഴുതിയ പൗലോസിന്റെ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നമുക്കിപ്പോൾ ചിലപ്പോൾ സംശയം തോന്നും, ഈ വാക്യപ്രകാരം ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ? ഞാൻ എപ്പോഴാണ് യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറഞ്ഞത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഞാൻ എപ്പോഴാണ് ഹൃദയം കൊണ്ട് വിശ്വസിച്ചത്? അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. പൊടുന്നനവേ നമ്മുടെ മനസ്സിൽ ഈ ചിന്ത ഈ വിധത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. പല പുതിയ സഭക്കാരും ഈ വാക്യം നമ്മളെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നമ്മൾ ഈ വിശ്വാസം ഏറ്റുപറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് നാം ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? അല്ല, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് നാം വിശ്വസിച്ചിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ 2-ാം ഖണ്ഡികയിൽ പുത്രൻ തമ്പുരാനെ സംബന്ധിച്ച് സഭയുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ നാം എല്ലായ്പ്പോഴും ഏറ്റുപറയുന്നത് ഈ വിശ്വാസമാണെന്ന് നാം എപ്പോഴും ഓർക്കണം. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? ആരെങ്കിലും ഒരാൾ തുടങ്ങും, പലതും ശ്രദ്ധിച്ച് പലതും ആലോചിച്ച് അവിടെയും നോക്കി ഇവിടെയും നോക്കി നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ നമ്മൾ ഒരുവിടും പാടും ചൊല്ലും, ഒന്നും മനസ്സിലാക്കത്തില്ല, അനുഭവവും പലപ്പോഴും ലഭിക്കുകയില്ല. പൗരസ്ത്യ പിതാക്കന്മാർ പറയാറുണ്ട്, നാം എഴുതപ്പെട്ട പ്രാർത്ഥനകളും പാട്ടുകളും ഉപയോഗിക്കുന്നു, അത് മനസ്സിലാക്കി ഉരുവിടണം, പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ പാട്ടും പ്രാർത്ഥനയും മനസ്സിലാക്കി അതിനെ നമ്മുടേതാക്കി മാറ്റി നാം പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ അനുഭവമാണ്. പുതിയ സഭക്കാർ പറയും, നിങ്ങൾ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലുന്നു, നിങ്ങൾക്ക് എന്താ അനുഭവം? അവരോട് ചോദിക്കണം, നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് പാട്ടുകൾ പാടാറുണ്ടല്ലോ, ഈ പാട്ടുകളെല്ലാം അപ്പപ്പോൾ ഉണ്ടാക്കുന്ന പാട്ടുകളാണോ? ആണോ? അല്ല, പണ്ടാരോ എഴുതിയ പാട്ടുകളാണ് ഈ പുതിയ സഭക്കാരെല്ലാം പാടിയിട്ട് ഞങ്ങളാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെന്ന് പറയുന്നത്. എന്നിട്ട് അവർ തന്നെ പറയും, നിങ്ങൾ എഴുതപ്പെട്ട പ്രാർത്ഥന ഉരുവിടുന്നു, നിങ്ങൾക്ക് അനുഭവമില്ല. അവരെന്ത് ചെയ്യുന്നു? എഴുതപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എഴുതപ്പെട്ട പാട്ടുകൾ പാടിക്കൊണ്ട് ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിപ്പാനും ആരാധിപ്പാനും സാധിക്കുമെങ്കിൽ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ ഉപയോഗിച്ചും ആത്മാവിലും സത്യത്തിലും
ദൈവത്തെ ആരാധിക്കുവാനും അന്വേഷിപ്പാനും നമുക്ക് സാധിക്കും. ഇതൊന്ന് പരീക്ഷിക്കണം. നമ്മുടെ എല്ലാ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും എഴുതപ്പെട്ട പ്രാർത്ഥനകളാണ്. പലപ്പോഴും നമുക്ക് അനുഭവമാകാത്തത് എന്തുകൊണ്ടാണ്? ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ വന്ദിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കല്ലേ. ദൈവമേ, ബലഹീനരായ ഞങ്ങളെ സഹായിപ്പാൻ നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾ നൽകണം. നമ്മൾ പെട്ടെന്ന് പലരുടെയും കൂടെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നെന്ന് ഒരു പിടിയില്ലാതാ പ്രാർത്ഥിക്കുന്നേ. കരുണയുള്ള ദൈവമേ, നിന്റെ അനുഗ്രഹത്തിന്റെ കവാടത്തിങ്കൽ, നിന്റെ കരുണയുടെ കവാടത്തിങ്കൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം ഇങ്ങനെ മുട്ടുന്നു. പിന്നെന്താ പറയുന്നത്? കർത്താവേ, ഞങ്ങൾ ബലഹീനരായതുകൊണ്ടാ, ഞങ്ങൾ പാപികളായതുകൊണ്ടാ, ഞങ്ങൾ കുറവുള്ളവരായതുകൊണ്ടാ ഞങ്ങളെ സഹായിക്കണം എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ഞങ്ങൾ കുറവുള്ളവരായതുകൊണ്ടാ കർത്താവേ ബലഹീനരായ ഞങ്ങളെ സഹായിക്കണം എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണം. നല്ലവനെ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണം. പ്രിയപ്പെട്ടവരെ, എത്ര അർത്ഥവത്താണ് നമ്മുടെ പ്രാർത്ഥനകൾ. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുക. വീട്ടിലും പള്ളിയിലും കൂട്ടായ്മയിലും നമ്മുടെ എഴുതപ്പെട്ട പ്രാർത്ഥനകളും പാട്ടുകളും ഉപയോഗിക്കുമ്പോൾ അവയെ മനസ്സിലാക്കി ഉരുവിടണം, പ്രാർത്ഥിക്കണം. ഓരോ പാട്ടും പ്രാർത്ഥനയും നമ്മുടേതാക്കി മാറ്റി നാം പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ വഴി, പാട്ടുകൾ വഴി സാധിക്കും. ഒരു സംശയവും വേണ്ട. യേശുവിനെ കർത്താവെന്ന് ഞാൻ വാഗൊണ്ട് ഏറ്റു പറഞ്ഞിട്ടില്ല. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടുമില്ല എന്ന് നമ്മിൽ ആരെങ്കിലും പറയുന്നെങ്കിൽ അതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. എന്തു പ്രാർത്ഥിക്കുന്നു, എന്ത് വിശ്വസിച്ചേറ്റു പറയുന്നുവെന്ന് നാം പലപ്പോഴും മനസ്സിലാക്കാത്തത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ പ്രമാണം നാം മനസ്സിലാക്കി പ്രാർത്ഥനയോടെ ഉരുവിടുകയും ഏറ്റുപറയുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ നാം എന്താണ് പറയുക? വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മശീഹ ആയ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പൗലോസ് എന്താണ് ഇവിടെ പറഞ്ഞത്? യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയണം. ഇവിടെ നാം പറയുന്നു യേശു മശീഹ ആയ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഏറ്റുപറയുകയാണ്, യേശു മശീഹ കർത്താവാണ്, അവൻ രക്ഷിതാവാണ്, അവൻ മശീഹായാണ്. അതിനു മുമ്പ് നാം ഏറ്റുപറഞ്ഞു എന്ത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതിനു മുമ്പാണ് നാം വായിച്ചത്, നാം ചൊല്ലുന്നത്. കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട്
മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിയ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രാവിലെയും വൈകിട്ടുമെങ്കിലും നമസ്കാരത്തിൽ നമ്മൾ നിശ്ചയമായിട്ടും നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്നുണ്ട്. യേശു കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാം ഇവിടെ ഏറ്റുപറയുന്നു. മാത്രമല്ല, പൗലോസ് ഇവിടെ പറയുന്നത് പോലെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും നാം ഇവിടെ ഏറ്റുപറയുന്നു. പ്രിയപ്പെട്ടവരെ, സംശയിക്കരുത്. നാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് സംശയിക്കരുത്. നീ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയം നമുക്കുണ്ടാകരുത്. കാരണം പൗലോസ് ഇവിടെ പറഞ്ഞതുപോലെ യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് നാം ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ക്രിസ്തീയ രക്ഷയെ സംബന്ധിച്ച് അല്പമായി പഠിക്കുവാനാണ് ഇന്ന് നാം പരിശ്രമിച്ചത്. രക്ഷയുടെ നിർവചനം നാം കണ്ടു. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവസ്വരൂപത്തിൽ പൂർണ്ണതയിലേക്ക് വളരുന്നതാണ് രക്ഷ. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, പാപമോചനം ലഭിക്കുവാൻ വിശുദ്ധ മാമോദീസ, പിന്നീട് വിശുദ്ധ കുമ്പസാരം, അതിൻ്റെ തിരുവചന അടിസ്ഥാനം എന്തെന്ന് നാം കണ്ടു. പിന്നീട് നാം മനസ്സിലാക്കി, ഒരു ഓർത്തഡോക്സ് വിശ്വാസിക്ക് പറയുവാൻ സാധിക്കുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, എനിക്ക് ലഭിച്ച രക്ഷയുടെ അനുഭവം നാൾതോറും ഞാൻ പുതുക്കുന്നവനാണ്. മാത്രമല്ല, എനിക്ക് ലഭിച്ച രക്ഷയുടെ അനുഭവം പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലും ആണ്. വിശുദ്ധ മാമോദീസായിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ, സത്യവിശ്വാസത്തിലൂടെ, ദൈവകൃപയിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചുവെങ്കിൽ നിരന്തര പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, വ്രതാനുഷ്ഠാനത്തിലൂടെ, സത്യകുമ്പസാരത്തിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ദിനംപ്രതി ഈ രക്ഷയുടെ അനുഭവം നാം പുതുക്കുന്നു, നവീകരിക്കുന്നു. അഥവാ നാം പുതുക്കപ്പെടേണ്ടതാണ്. നമുക്ക് ലഭിച്ച രക്ഷയുടെ അനുഭവം നവീകരിക്കേണ്ടതാണ് ദിനംതോറും. അവസാനമായി നാം കണ്ടു, ഈ രക്ഷയുടെ അനുഭവം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് പൂർണ്ണത പ്രാപിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിലുള്ള രക്ഷയുടെ അനുഭവം പൂർണ്ണതയിൽ എത്തുന്നത് മശിഹായുടെ രണ്ടാമത്തെ വരവിലാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഈ വിശ്വാസത്തിന് അടിവരയിട്ടുകൊണ്ട് തൻ്റെ അനുഭവം വിവരിച്ചതും നാം കാണുകയുണ്ടായി. ഞാൻ നല്ല പോർ പൊരുതി എങ്കിലും, ഓട്ടം തികച്ചെങ്കിലും, വിശ്വാസം കാത്തെങ്കിലും, രക്ഷയുടെയും നീതിയുടെയും ജീവന്റെയും കിരീടം എനിക്ക് വച്ചിരിക്കുന്നേ ഉള്ളൂ. അത് ആ നാളിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എനിക്ക് ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. വീണ്ടും അപ്പോസ്തലൻ പറഞ്ഞു, തികഞ്ഞവനായി എന്നോ ഞാൻ പിടിച്ചിരിക്കുന്നുവെന്നോ വിചാരിക്കുന്നില്ല. ക്രിസ്തുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടവനായതുകൊണ്ട് ഈ രക്ഷയുടെ അനുഭവം, ജീവന്റെ കിരീടം എനിക്കും ലഭിക്കുമോ എന്ന് വെച്ച് ഞാൻ അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് പിൻപിലുള്ളത് ഞാൻ മറക്കുന്നു, മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് എൻ്റെ ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടുകയാണ്. ഈ ഓട്ടം തികയുമ്പോഴാണ്, ഓട്ടം തികഞ്ഞും
ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുമ്പോഴാണ് ഈ രക്ഷയുടെ അനുഭവം എന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നതെന്ന് അപ്പോസ്തലൻ ഈ ആശയത്തെ വളരെ ബലപ്പെടുത്തിക്കൊണ്ട് ഈ വേദഭാഗങ്ങളിൽ സംസാരിക്കുന്നു. ഏറ്റവും അവസാനമായി നാം കണ്ടു, പലപ്പോഴും പലരും നമ്മെ തെറ്റിക്കാനായിട്ട് ഉപയോഗിക്കുന്ന റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ടേറ്റു പറയണം. ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വേണം, എങ്കിൽ നീ രക്ഷിക്കപ്പെടും. നാം കണ്ടു, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നാം ഏറ്റുപറയുന്നുണ്ട്. ക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ നാം ഏറ്റുപറയുന്നു. ഈ ഏറ്റുപറച്ചിൽ വിശ്വാസ സമ്പൂർണതയിൽ നിന്നാകുമ്പോൾ, നമ്മുടെ സ്വാനുഭവങ്ങളിലൂടെയാകുമ്പോൾ, സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുടെ അനുഭവത്തിൽ നമുക്കും വളരുവാൻ സാധിക്കും. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ ദിനംതോറും രക്ഷിക്കപ്പെടുന്നവനാണ്. ഇനിയും ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ഈ രക്ഷയുടെ അനുഭവം എന്നിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുമെന്നും നമുക്ക് ധൈര്യത്തോടെ എവിടെയും ആരുടെയും മുമ്പിൽ പ്രസ്താവിക്കുവാൻ സാധിക്കും. പരിശുദ്ധ സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിൽ ഉള്ളതാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഈ സഭയുടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ ദൈവകൃപയിൽ വളരുവാൻ, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് വളരുവാൻ, പരിശുദ്ധനായ പരിമല പിതാവിനെ പോലെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കും, പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, തേജസ്കരണത്തിൽ നിന്ന് തേജസ്കരണത്തിലേക്കും വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലഹീനനായ എന്നെയും നമ്മെ ഓരോരുത്തരെയും തൻ്റെ പരിശുദ്ധ റൂഹ മൂലം സംഗതിയാക്കുമാറാകട്ടെ. ആമേൻ.